ഹായ്, ഇന്ന് നമുക്ക് ഫ്രോക്ക് നൈറ്റിയിൽ ചെറിയ ചെറിയ ഞൊറിവുള്ള നെക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. നെക്ക് ലെങ്ത്ത് 5.5 ഇഞ്ചും വിഡ്ത്ത് 2.25 ഇഞ്ചും മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ഇഞ്ച് വീതിയും 34 ഇഞ്ച് നീളവുമുള്ള ഒരു പീസ് എടുക്കുക. അതിൻ്റെ ഒരു ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത ഭാഗത്ത് ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതായത് സ്റ്റിച്ച് ലെങ്ത്ത് കൂട്ടി സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ ഒരു സൈഡിൽ ഒരു നൂൽ മാത്രം വലിച്ച് ചെറിയ ചെറിയ പ്ലീറ്റ് പോലെ ആക്കിയെടുക്കുക. നൂല് ഫുള്ളായിട്ട് വലിച്ചെടുക്കരുത്. മറ്റേ ഭാഗത്തും സെയിം രീതിയിൽ നൂല് വലിച്ചെടുക്കുക. ഇനി കട്ട് ചെയ്ത മെറ്റീരിയലിൻ്റെ നെക്ക് പോർഷനിൽ വെച്ച് ഒരു ഭാഗം പിൻ ചെയ്ത് കൊടുത്ത് മറുഭാഗത്തേക്ക് ഈ പ്ലീറ്റിട്ട തുണി കണക്കാക്കി വെച്ച് പിൻ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ പ്ലീറ്റുകൾ വലിച്ച് കൂട്ടിയും കുറഞ്ഞും വരാതെ എല്ലാ ഭാഗവും ഒരുപോലെ ആക്കിയെടുക്കുക. ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ പ്ലീറ്റ് ഇടുന്നത് പല രീതിയിലും ചെയ്തെടുക്കാൻ പറ്റും. അതിലൊരു മെത്തേഡ് മാത്രമാണിത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഒരു ക്രോസ് പീസ് എടുക്കുക. ഈ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുന്നതും അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കുക. ക്രോസ് പീസിൻ്റെ നല്ല ഭാഗവും നെക്ക് സ്റ്റിച്ച് ചെയ്ത മെറ്റീരിയലിൻ്റെ മോശം ഭാഗവും വച്ച് നെക്കിന് കണക്കാക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ക്രോസ് പീസ് ഒരിക്കലും നമുക്ക് ആവശ്യമുള്ള നീളത്തിൽ കിട്ടില്ല. അത് കട്ട് ചെയ്ത ബാലൻസ് പീസിൽ നിന്ന് ക്രോസ് ആയിട്ടുള്ള ഭാഗങ്ങൾ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്ത് ജോയിൻ ചെയ്തെടുക്കുന്നതാണ്. നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ ക്രോസ് പീസ് മാത്രമേ ഉപയോഗിക്കാവൂ. എങ്കിലേ നെക്ക് പെർഫെക്റ്റായി റൗണ്ടിൽ തന്നെ വരികയുള്ളൂ. നിങ്ങൾ ആവശ്യപ്പെട്ട പ്ലീറ്റഡ് നൈറ്റിയുടെ കട്ടിംഗ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ക്രോസ് പീസ് ബാക്ക് സൈഡിൽ നിന്ന് മുന്നിലോട്ടെടുത്ത് മടക്കി വീഡിയോയിൽ കാണുന്നത് പോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ചുളിവില്ലാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അത്യാവശ്യം സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് മാർക്കറ്റിൽ ഒരുപാട് നൈറ്റി മെറ്റീരിയലുകൾ അവൈലബിൾ ആണ്. 1-2 വാങ്ങി നൈറ്റിയും ഫ്രോക്ക് നൈറ്റിയും ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ സിമ്പിളും പെട്ടെന്നും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഫൈനൽ ലുക്ക്.